വാചകത്തിലും പൊന്മച്ചത്തിലും അതീവ പ്രാവണ്യമുള്ള വ്യക്തി. അന്നമ്മ ചേട്ടത്തെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവർ പിന്നെ ഒരിക്കലും മറക്കില്ല. ഇനി മേൽപ്പാടത്ത് നിന്ന് വന്ന മേൽപ്പാടം അന്നക്കുട്ടിയമ്മ. രാഷ്ട്രീയ കളരിയിൽ പൈക്ക് തെളിച്ച അന്നക്കുട്ടിയമ്മയുടെ പ്രത്യേകത എല്ലാ 5 വർഷം കൂടുമ്പോഴും പാർട്ടി മാറും എന്നുള്ളതാണ്. ഭരണകക്ഷി മെമ്പറായിരിക്കുന്നതിൻ്റെ ഗമ വേറൊന്നു തന്നെയാണല്ലോ. അന്നക്കുട്ടിയമ്മയുടെ ഇടവകയിലെ എല്ലാവർക്കും പ്രിയങ്കയാണ്. അതിന് കാരണം കൈ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അടുത്തതായി ചൂടനാട്ടിൽ നിന്ന് വന്ന ഏലിക്കുട്ടിയമ്മ. മിസ്സസ് KM എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാചകക്കാരിയാണ് ഏലിക്കുട്ടിയമ്മ. ഇന്ന് ആൻഡ്രസ് കിച്ചണിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ട് പോലും നമ്മളെ കാണാൻ വേണ്ടി ആ അവസരം വേണ്ട എന്ന് വെച്ചാണ് ഏലിക്കുട്ടിയമ്മ വന്നിരിക്കുന്നത്. ഇനി കൊടശ്ശനാട്ടിൽ നിന്ന് വന്ന മാർഗംകളിക്കാരിയായ മേലിക്കുട്ടി കൊച്ചമ്മ. നല്ലൊരു നർത്തകിയും നാടകീയമായ മേലിക്കുട്ടി കൊച്ചമ്മ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് മാർഗംകളിയാണ്. റൊണാൾഡോയുടെ ഇൻവിറ്റേഷൻ പ്രകാരം അടുത്ത മാസം വൈറ്റ് ഹൗസിൽ പെർഫോം ചെയ്യുന്ന പ്രിയനാണ് മേലിക്കുട്ടി കൊച്ചമ്മ. അവസാനമായി ഐശ്വര്യക്കാളും സുന്ദരി താനാണ് സ്വയം വിശേഷിക്കുകയും സൗന്ദര്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വീട്ടിൽ നിന്ന് വന്ന റേച്ചലമ്മച്ചി. നാട്ടിൽ നിന്ന് വന്ന ഈ അമ്മച്ചിമാർക്ക് സ്നേഹമാണ്. ഓ, പറയാൻ മറന്നുപോയി. അമ്മച്ചിമാർ ഇടവകയിലെ കോയർ മെമ്പേഴ്സാണ്. സംഗീതത്തിൽ മികവുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് എന്ത് ചോദിച്ചാലും ഇവർ പാട്ടിലൂടെ മറുപടി പറയും. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചിമാരെ ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക്? ഉള്ള കാര്യം പറയാലോ അമ്മച്ചിമാരെ, നിങ്ങൾ ഈ വസ്ത്രത്തിൽ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. അമ്മച്ചിമാരെ എങ്ങനെയുണ്ട് OBSലെ കുഞ്ഞുങ്ങൾ? അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പച്ചന്മാരൊന്നും വന്നില്ലേ? അമ്മച്ചിക്ക് അപ്പച്ചനെ പറ്റി വേറെ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? അപ്പച്ചമാരെ, നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ ഇരിക്കട്ടെ, മക്കളൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? അവരൊക്കെ നിങ്ങൾ നന്നായി നോക്കുന്നില്ലേ? അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. അപ്പൊ മരുമക്കളോ? എന്താ അമ്മച്ചമാർക്ക് മരുമക്കളെ പേടിയാണോ?
നിങ്ങളുടെ അമ്മാനമാർ നിങ്ങളെപ്പറ്റി ഇന്നെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അമ്മച്ചിമാര് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വികാരേഷനെ പരിചയപ്പെട്ടോ? അമ്മച്ചിമാരെ, അപ്പോൾ ഞങ്ങളുടെ ഹെഡ്മാസ്റ്ററിനെ കുറിച്ച് എന്ത് പറയും? അമ്മച്ചിമാർക്ക് ഞങ്ങളുടെ കല്യാണദേശം ഇഷ്ടമായോ? ഓബിഡിയസ്റ്റികളെ കണ്ടിട്ട് അമ്മച്ചിമാർക്ക് എന്താണ് അഭിപ്രായം? അമ്മച്ചിമാർക്ക് നമ്മുടെ സഭയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സഭ ഇനിയും ദൈവകൃപയായി വളരട്ടെ. പൊതുവായി ഞങ്ങൾക്ക് നല്ല ഉപദേശം തരാനുണ്ടോ അമ്മച്ചിമാർക്ക്? അല്ല, ഇനി എന്താ പരിപാടി? അമ്മച്ചിമാരുടെ ദേശത്തേക്ക് തിരിച്ചു പോവുകയാണോ?